അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കർബലയുടെ ചരിത്രം 3-ാം ഭാഗം ആണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത്, അതിനുശേഷം ഹസൻ റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്നു. മുആവിയയുമായി ഒരു സമാധാന കരാറിലെത്തുന്നു. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത്, മുആവിയയുടെ ഭരണം, യസീദ് അധികാരത്തിലെത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മുൻ വീഡിയോകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കേൾക്കാത്തവർ അത് കേട്ടതിന് ശേഷം ഇവിടെ വരുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. നമ്മൾ ഇപ്പോൾ ഉള്ളത് മദീനയിലാണ്. ഓരോ മൂലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൻ്റെ സുഗന്ധമുണ്ട്. ഇവിടെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു വളർന്നത്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിൽ കളിച്ചത്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ബാല്യകാലം കടന്നു പോയത്. പക്ഷേ ഇന്ന് ആ നഗരത്തോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു. യസീദിന് ബൈഅത്ത് ചെയ്യാൻ അദ്ദേഹം തയ്യാറാവാത്തതിനാൽ മദീനയിൽ തുടരുന്നത് അപകടമാണ്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു എടുത്ത തീരുമാനമാണ് മദീന വിട്ടു പോവുക, അള്ളാഹുവിൻ്റെ വിധിയിലേക്ക് യാത്ര ആരംഭിക്കുക. അദ്ദേഹം യാത്രക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിലേക്ക് പോയതായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാം. അദ്ദേഹം അവിടെ ദീർഘനേരം അവിടെ പ്രാർത്ഥിച്ചു, കണ്ണീരോടുകൂടി ദുആ ചെയ്തു. ഈ യാത്ര എവിടെയാണ് അവസാനിക്കുക എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. മടങ്ങി വരുമോ അല്ലെങ്കിൽ ഇതൊരു അവസാന യാത്രയാണോ എന്നൊന്നും അറിയില്ല. പിന്നീട് അദ്ദേഹം തൻ്റെ മാതാവിൻ്റെ ഓർമ്മകളിലേക്കും സഹോദരൻ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഓർമ്മകളിലേക്കെല്ലാം തിരിഞ്ഞു. ഇന്ന് അവർ ജീവിച്ചിരിപ്പില്ല. വീട്ടിലേക്ക് മടങ്ങിയ ഹുസൈൻ റളിയല്ലാഹു അൻഹു യാത്രക്കായി തയ്യാറെടുത്തു. മദീനയിലെ ജനങ്ങൾക്കിടയിൽ വാർത്ത അറിഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹു പോകാൻ ഒരുങ്ങുകയാണ്. പലരും അദ്ദേഹത്തെ കാണാനെത്തി. ചിലർ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ചിലർ മുന്നറിയിപ്പ് നൽകി, കൂഫക്കാരെ വിശ്വസിക്കരുത്, സ്ഥിതി അപകടകരമാണ്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തീരുമാനം ഉറച്ചതായിരുന്നു. അദ്ദേഹം അധികാരത്തിനു വേണ്ടി യാത്ര ചെയ്യുകയല്ല, കലാപത്തിനു വേണ്ടി പുറപ്പെട്ടതുമല്ല. അദ്ദേഹം സത്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് പുറപ്പെട്ടത്. ഹിജറ 60-ാം വർഷം ദുൽഹിജ്ജ മാസം ആ ചരിത്ര നിമിഷം എത്തി. പോകാനുള്ള സന്നാഹങ്ങളെല്ലാം റെഡിയായി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും സംഘവും മദീനയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ യാത്ര നടന്നു നീങ്ങുകയാണ്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ യാത്ര മക്കയിലേക്കാണ്. പക്ഷേ അതേസമയം 100 കണക്കിന് കിലോമീറ്റർ അകലെ ഇറാഖിലെ ഒരു നഗരം ഉറ്റുനോക്കുകയായിരുന്നു. ആ നഗരത്തിൻ്റെ പേര് കൂഫ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മുസ്ലിം ഭരണകേന്ദ്രമായിരുന്ന നഗരം, അഹ്ലുൽ ബൈത്തിനോട് സ്നേഹമുണ്ടെന്ന് അവകാശപ്പെടുന്ന നഗരം. ആ നഗരം അസ്വസ്ഥമായിരുന്നു. കാരണം യസീദ് ഖലീഫയായിരിക്കുന്നു. കൂഫയിലെ പലർക്കും അതിഷ്ടപ്പെട്ടില്ല. അവർ മറ്റൊരാളെ ആഗ്രഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായിരുന്ന ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ. അങ്ങനെയിലെ കൂഫയിലെ പ്രമുഖർ രഹസ്യയോഗങ്ങൾ ആരംഭിച്ചു. വീടുകളിൽ, മസ്ജിദുകളിൽ, ചെറിയ ചെറിയ കൂട്ടായ്മകളിൽ ഒരു ചർച്ച മാത്രം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് ക്ഷണിക്കണം. അദ്ദേഹം വന്നാൽ ഞങ്ങൾ പിന്തുണക്കാം, അദ്ദേഹത്തെ ഞങ്ങളുടെ നേതാവാക്കാം. തീരുമാനം എടുത്തു. കത്തുകൾ എഴുതാൻ തുടങ്ങി. ആദ്യ കത്ത് മക്കയിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തെത്തി. അതിനുശേഷം 2-ാമത്തെ കത്ത്, 3-ാമത്തെ കത്ത്, പിന്നീട് ഡസൻ കണക്കിന് കത്തുകൾ. ചരിത്രകാരന്മാർ പറയുന്നത് 1000-ത്തിലധികം കത്തുകൾ അയച്ചുവെന്നാണ്. എല്ലാവരുടെയും സന്ദേശം ഒന്ന് തന്നെ: ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, ഞങ്ങൾക്ക് നേതാവില്ല, ഞങ്ങൾ നിങ്ങളെ പിന്തുണക്കും. നിങ്ങൾ വന്നാൽ മുഴുവൻ കൂഫയും നിങ്ങളോടൊപ്പമുണ്ടാകും. മക്കയിൽ ഇരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ കത്തുകൾ വായിച്ചു. ഒരു ദിവസമല്ല, അനേകം ദിനങ്ങൾ. ഓരോ ദിവസവും പുതിയ കത്തുകൾ എത്തിത്തുടങ്ങി. ചിലപ്പോൾ ഒരേ ദിവസം 100 കണക്കിന് കത്തുകൾ. അവയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉടനെ ഒരു തീരുമാനം എടുത്തില്ല. കാരണം അദ്ദേഹം വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നില്ല. ഒരു നേതാവിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ചിന്തിച്ചു, ഈ ആളുകൾ സത്യസന്ധരാണോ, അല്ലെങ്കിൽ ഇതൊരു തന്ത്രമാണോ? ഞാൻ പോയാൽ അവർ വാക്ക് പാലിക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതായിരുന്നു. അതിനാൽ അദ്ദേഹം ഒരു പ്രധാന തീരുമാനം എടുത്തു. സ്വയം പോകുന്നതിന് മുമ്പ് ഒരു വിശ്വസ്ത പ്രതിനിധിയെ അയക്കുക. ആ പ്രതിനിധി ആരായിരുന്നു? മുസ്ലിം ഇബ്നു അഖീൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ബന്ധു, ധീരനും വിശ്വസ്തനുമായ വ്യക്തി. ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചു. പിന്നെ പറഞ്ഞു, കൂഫയിലേക്ക് പോവുക, അവിടുത്തെ സ്ഥിതി പരിശോധിക്കുക. ജനങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ എന്നെ അറിയിക്കുക.
ഇത് വളരെ നിർണായകമായ ഒരു തീരുമാനമായിരുന്നു. മുസ്ലിം യാത്ര തിരിച്ചു. മക്കയിൽ നിന്ന് കൂഫയിലേക്ക് മരുഭൂമികൾ കടന്ന് നീണ്ട യാത്രയ്ക്ക് ശേഷം അദ്ദേഹം കൂഫയിലെത്തി. അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് അതിശയിപ്പിക്കുന്ന സ്വീകരണമായിരുന്നു. ജനങ്ങൾ കൂട്ടത്തോടെ എത്തി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. വീടുകൾ തുറന്നു നൽകി, പിന്തുണ പ്രഖ്യാപിച്ചു. ഒരാൾക്ക് പിന്നാലെ മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ കൈകൾ ബൈഅത്ത് ചെയ്യാൻ തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ മുസ്ലിം ഇബ്നു അഖീലിൻ്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തു. അദ്ദേഹം സന്തോഷിച്ചു. കൂഫക്കാർ അവരുടെ വാക്ക് പാലിക്കുകയാണെന്ന് തോന്നി. ഉടൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി, നിങ്ങൾ വരിക, ജനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്, കൂഫ തയ്യാറാണ്. ആ കത്ത് മക്കയിലെത്തി. ഹുസൈൻ റളിയല്ലാഹു അൻഹു അത് വായിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു പ്രതീക്ഷ തെളിഞ്ഞു. ഒരു പക്ഷേ ഇസ്ലാമിക നേതൃത്വം വീണ്ടും നീതിയുടെ പാതയിലേക്ക് മടങ്ങിയേക്കാം. ഒരു പക്ഷേ കൂഫക്കാർ അവരുടെ വാഗ്ദാനം പാലിച്ചേക്കാം. പക്ഷേ കൂഫയിൽ മറ്റൊരാളും ഈ സംഭവങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ദമസ്കസിൽ നിന്ന് യസീദും വാർത്തകൾ അറിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി കൂഫയിലെ സ്ഥിതി നിയന്ത്രണം വിട്ടു പോവുകയാണ്. ഈ വാർത്തയറിഞ്ഞ യസീദ് ഒരു തീരുമാനമെടുത്തു. കൂഫയിലേക്ക് പുതിയ ഗവർണറെ അയക്കുക. കർക്കശനും ഭയപ്പെടുത്തുന്നവനുമായ ഒരു ഗവർണർ, ഉബൈദുല്ലാഹി ഇബ്നു സിയാദ്. ബസറയുടെ ഗവർണറായിരുന്ന അദ്ദേഹം ഇപ്പോൾ കൂഫയുടെ ചുമതല കൂടി ഏറ്റെടുത്തു. അദ്ദേഹത്തിന് ഒരു ദൗത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: കൂഫയെ നിയന്ത്രണത്തിലാക്കുക, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുന്ന പിന്തുണ തകർക്കുക. ഇബ്നു സിയാദ് കൂഫയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം നഗരം പ്രവേശിച്ചത് സാധാരണ രീതിയിലായിരുന്നില്ല. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് പ്രകാരം രാത്രിയുടെ ഇരുട്ടിൽ മുഖം മറച്ചാണ് അദ്ദേഹം കൂഫയിൽ പ്രവേശിച്ചത്. ജനങ്ങളാദ്യം തെറ്റിദ്ധരിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു എത്തിയിരിക്കുന്നു. ചിലർ അങ്ങനെ കരുതി. പക്ഷേ അത് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആയിരുന്നില്ല, ഇബ്നു സിയാദ് ആയിരുന്നു. അദ്ദേഹം നേരെ ഗവർണറുടെ കൊട്ടാരത്തിലെത്തി അധികാരം ഏറ്റെടുത്തു. പിറ്റേന്ന് കൂഫയുടെ പ്രധാന നേതാക്കളും ഗോത്രത്തലവന്മാരെയെല്ലാം വിളിച്ചു വരുത്തി. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഗാംഭീര്യമുള്ളതായിരുന്നു. അദ്ദേഹം മുന്നറിയിപ്പ് നൽകി, യസീദിനെ എതിർക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കും. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിന്തുണക്കുന്നവർ സുരക്ഷിതരായിരിക്കില്ല. കൂഫയിൽ ഭയം പടരാൻ തുടങ്ങി. ഇബ്നു സിയാദ് അതിൽ നിർത്തിയില്ല. അദ്ദേഹം മറ്റൊരു തന്ത്രം ഉപയോഗിച്ചു. ഗോത്ര നേതാക്കളെ പ്രത്യേകം വിളിച്ചു. ചിലർക്ക് പണം നൽകി, ചിലരെ ഭീഷണിപ്പെടുത്തി, ചിലരോട് കുടുംബത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. പതുക്കെ ജനങ്ങളുടെ മനസ്സ് മാറി തുടങ്ങി. ഇന്നലെ വരെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സ്വാഗതം ചെയ്യാം എന്ന് പറഞ്ഞവർ ഇന്ന് നിശബ്ദനായി. ഇതിനിടെ മുസ്ലിം ഇബ്നു അഖീൽ ഇപ്പോഴും ജനങ്ങൾ തനിക്കൊപ്പമാണെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അദ്ദേഹം കൂഫയിലെ ഒരു വീട്ടിലായിരുന്നു താമസം. അവിടെ ആളുകൾ രഹസ്യമായി എത്തുകയും പോകുകയും ചെയ്തു. പക്ഷേ ഇബ്നു സിയാദിൻ്റെ ചാരന്മാർ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഒരു ദിവസം മുസ്ലിം ഇബ്നു അഖീൽ എവിടെയാണെന്ന് അവർ കണ്ടെത്തി. വാർത്ത ഉടൻ ഗവർണറുടെ അടുത്തെത്തി. സമയം അടുത്തിരിക്കുന്നു, ഒരു വലിയ ഏറ്റുമുട്ടലിൻ്റെ സമയം. മുസ്ലിം ഇബ്നു അഖീൽ ജനങ്ങളെ വിളിച്ചു. ആയിരങ്ങൾ അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ടു. ഇബ്നു സിയാദിൻ്റെ കൊട്ടാരം വളയപ്പെട്ടു. ഒരു നിമിഷത്തേക്ക് വിജയം അടുത്താണെന്ന് തോന്നി. പക്ഷേ ഇബ്നു സിയാദ് വീണ്ടും തന്ത്രം മാറ്റി പ്രയോഗിച്ചു. അദ്ദേഹം ഗോത്ര നേതാക്കളെ അയച്ചു. ജനങ്ങളോട് പറഞ്ഞു, വീട്ടിലേക്ക് മടങ്ങുക, നിങ്ങളുടെ കുടുംബത്തെ ഓർക്കുക, സൈന്യം വരുന്നു, എതിർത്താൽ നിങ്ങൾ കൊല്ലപ്പെടും. ഭയം വീണ്ടും പ്രവർത്തിച്ചു. ആദ്യം കുറച്ച് ആളുകൾ പിന്മാറി, പിന്നെ കൂടുതൽ പേർ. അങ്ങനെ ജനക്കൂട്ടം കുറയാൻ തുടങ്ങി. മുസ്ലിം ഇബ്നു അഖീൽ ആദ്യം അത് ശ്രദ്ധിച്ചില്ല. പക്ഷേ സൂര്യൻ അസ്തമിക്കുമ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കി. ആയിരങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ആളുകൾ കുറഞ്ഞു തുടങ്ങി. എന്തൊരു വേദനാജനകമായ നിമിഷം! അല്പദിവസങ്ങൾക്ക് മുമ്പ് വരെ നായകനായി സ്വീകരിക്കപ്പെട്ട ഒരാൾ ഇപ്പോൾ ആരുമില്ലാതെ നിൽക്കുന്നു. രാത്രിയായി. മുസ്ലിം ഇബ്നു അഖീൽ നഗരത്തിലൂടെ നടന്നു. വിശന്നും ക്ഷീണിച്ചും ഒരു വീടിൻ്റെ മുന്നിൽ നിർത്തി. അവിടെ ഒരു വയോധികയായ സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ പേര് തൊൽആ. അവൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. വെള്ളം നൽകി, അഭയം നൽകി. പക്ഷേ ഇബ്നു സിയാദിൻ്റെ ആളുകൾ അദ്ദേഹത്തെ തേടിക്കൊണ്ടിരുന്നു. കൂഫയുടെ വഞ്ചന ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. വാഗ്ദാനങ്ങൾ തകർന്നു, ബൈഅത്തുകൾ അപ്രത്യക്ഷമായി, സുഹൃത്തുക്കൾ മറഞ്ഞു. ഇപ്പോൾ മുസ്ലിം ഇബ്നു അഖീലിൻ്റെ ജീവിതത്തിലെ അവസാന അധ്യായം ആരംഭിക്കുകയാണ്. അദ്ദേഹം തനിച്ച് ഇബ്നു സിയാദിൻ്റെ സൈന്യത്തെ നേരിടാൻ പോവുകയാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത പാർട്ടിൽ വിവരിക്കാം.